മ്യൂസിക്കിന്റെ ബലം കൊണ്ട് പല ഒരു എന്താ അത്രത്തോളം റിലേറ്റബിൾ ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ കാലം തൊട്ട് ഇന്ന് ലാസ്റ്റ് എന്ന സിനിമ വരെ അല്ലു അർജുന്റെ ശബ്ദമായിട്ട് കൊടുക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അത് എത്രത്തോളം പ്രൗഡി ആയിട്ട് ഫീൽ ചെയ്യുന്നു? ഒരു മലയാള ഇൻഡസ്ട്രിയിൽ നിന്നാലും അന്യഭാഷ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റി എന്ന ലെവലിൽ ഫീലിംഗ് ഉണ്ടല്ലോ. അല്ല, അതിന് ആദ്യം കാതലിക്കോടാണ് ശബ്ദത്തിനൊരു ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയും കണ്ണടച്ച് കേട്ടാൽ അല്ലു അർജുൻ സംസാരിക്കുന്നത്. അതിപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയത് 20 വർഷമായി, പക്ഷെ 10 വർഷത്തോളമായി ഞാൻ ഈ ഡയലോഗ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന്റെ കാരണം കാതലിക്കയാണ്. അപ്പോൾ കാതലിക്ക ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു താരത്തെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, താരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ വോയിസ് വേണം. അപ്പൊ എന്റെ വോയിസ് കേൾക്കുന്നത് ഞാനത് മണിക്കൂട്ടിന് വേണ്ടി ഡബ് ചെയ്യുന്നുണ്ട്, കായംകുളം കൊച്ചുള്ളി എന്ന് പറയുന്ന സീരിയലിന് വേണ്ടിയിട്ട്. ആ വോയിസ് വേണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കര രസമായിട്ട് തെറിച്ചിരുന്ന ശബ്ദം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഹാപ്പി അല്ല, അന്ന് ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, നമുക്ക് അതിനൊന്നും ഇങ്ങനെ ഡബിങ് സിനിമ ഭയങ്കര ഹിറ്റായിട്ട് കൊടുത്ത ഒരു അല്ല, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ ഇങ്ങനെ ആവും എന്നുള്ളൊരു ഇതിലാണ്, അങ്കലാപ്പിലാണ്. പക്ഷെ അത് ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്ത് ഇവിടെ കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് അങ്ങനെ 100 ദിവസം കളിച്ചു. പിന്നെ ഹാപ്പി ആയപ്പോഴത്തേക്ക് ആൾക്കാർ അല്ലുവിന്റെ പടത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. സന്തോഷമുണ്ട് നമ്മുടെ ശബ്ദത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാകുന്നു. ഇത്രയും ആ താരം നമ്മുടെ കൺമുമ്പിലൂടെ ഞാൻ ഓർക്കുന്നുണ്ട്. ഹാപ്പിയുടെ ഒക്കെ സമയത്ത് അല്ലുവിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പത്രത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് ചോദിക്കുമ്പോൾ ചോക്ലേറ്റ് എന്നാണ് പുള്ളി മറുപടി പറയുന്നത്. ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവാവ് ഇന്ന് അല്ലെ പുഷ്പ പോലത്തെ വലിയ ഓൾ ഇന്ത്യ ബോക്സ് ഓഫീസുകൾ തകർക്കുന്ന സിനിമകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുമ്പിലൂടെയാണ് വളർച്ച. അതിന്റെ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചത്. ഒപ്പമായിട്ടും എന്റെ ശബ്ദത്തിനേക്കാൾ ഈ പറയുന്ന കൊണ്ടുവരുന്ന ഓരോ നിർമ്മാതാക്കൾക്കും അതിന്റെ അംഗീകാരം കൊടുക്കണം. ഒപ്പം ഇന്നിവിടെ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കുമ്പോൾ സതീഷ് മുതുകുളം എന്ന് പറയുന്നത് അദ്ദേഹമാണ് സംഭാഷണങ്ങൾ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു സ്വാഭാവികതയുണ്ട്. ടിപ്പിക്കൽ ഡബിംഗ് പടം അല്ലാത്ത ഒരു സ്വാഭാവികത, ഒരു കൊമേഴ്ഷ്യൽ റൈറ്റിംഗ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗിന്റെയും കൂടെ കഴിവാണ് അല്ലു അർജുനായത്. ഹാപ്പിനെ ഹാപ്പി ആക്കുന്ന ഒരു പാട്ടുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതിൽ എല്ലാ പാട്ടും ഭയങ്കര ഹിറ്റാണ്. അതിനകത്ത് അൺറൈറ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് കൂടുതലുള്ളത്. ഈ പാട്ടുകൾ ശരിക്കും കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എസെൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതൊട്ടും പോയിട്ടില്ല. അത് ശരിക്കും അന്ന് ഭയങ്കര വെല്ലുവിളിയായിരുന്നില്ല. കാരണം കുറെ അധികം സാങ്കേതിക കുറവുള്ള ഒരു കാലത്താണ് ഇത് തിരിച്ചിട്ട് റീറൈറ്റ് ചെയ്തെടുക്കണം. അപ്പം അതെങ്ങനെയായിരുന്നു ശരിക്കും ആ പ്രോസസ് ഇപ്പോൾ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ? ഹാപ്പി എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഡബ്ബിങ് സിനിമയ്ക്ക് പാട്ട് എഴുതുന്നത് ഈ ഹാപ്പിയിലെ ഹാപ്പി അടിപൊളി ലുക്കായ ഹാപ്പി ആ ഒരു പാട്ടിൽ തുടങ്ങുന്നത്. അവർക്ക് തന്നെ ആ ഒരു പാട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അങ്ങോട്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്യാത്തൊരു ജോലിയാണ്. ഞാൻ അതിന് മുമ്പ് ഒരു ചെറിയ ആൽബം സോങ്ങുകളൊക്കെ എഴുതി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡബ്ബിങ് സോങ്ങിൽ നമ്മൾ സാധാരണ മലയാളം സിനിമയിൽ ഇടുന്ന പോലെയല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ട്യൂണിനപ്പുറം ഈ കഥാപാത്രം ചുണ്ടനക്കുന്ന അനുസരിച്ചിട്ട് വാക്കുകൾ കണ്ടെത്തിയിരുന്നു. ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഈ ആശയം ഉണ്ടാകണം. അപ്പോൾ മലയാളത്തോട് ചേർന്ന് നിൽക്കണം. ഇങ്ങനെ ഒത്തിരി വെല്ലുവിളി. അപ്പോൾ ഞാനത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക്കായിട്ട് തുടങ്ങി 2 ദിവസം കൊണ്ടാണ് ആ ഒരു ആദ്യത്തെ പാട്ട് എഴുതിയത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്നെ കാണിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണം എന്ത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ബാക്കി 3 പാട്ടും കൊണ്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ബാക്കി പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഇതിൽ അഴകെ എന്നുള്ള പാട്ട്, പിന്നെ ചലനരസാധി, പിന്നെ ചിരിച്ചു കൊഞ്ചുന്ന മണ്ണിൽ, അങ്ങനെ ഈ പാട്ടുകളൊക്കെ അതിനുശേഷം ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിലേക്ക് എനിക്ക് ആ ഒരു ട്രാക്കിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റി.